പലതരത്തിലുള്ള പ്രലോഭനങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മളുള്ളത്. പലതരത്തിലുള്ള ആ ഒരു ഇരുട്ട് വ്യാപരിക്കാൻ സാധിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളിപ്പം കോളേജിലും ക്യാമ്പസിലൊക്കെ പോകുമ്പം മൊബൈൽ ഫോൺ അഡിക്ഷൻ അതാണ് ഇന്നത്തെ വലിയൊരു തീം. എന്താ പിള്ളേർ എപ്പോൾ നോക്കിയാലും മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. പിള്ളേർ മാത്രമല്ല, വലിയവരുമൊക്കെ എപ്പോഴും അങ്ങ് മൊബൈൽ ഫോണിൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ അത് മൊബൈൽ ഫോൺ നല്ല കാര്യമാണോ? നല്ല കാര്യമാണ്. അത് മൊബൈൽ ഫോണിലോട്ടല്ലേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഇപ്പോൾ അനിഷ്ഠാൻ സാർ എന്നെ മൊബൈലിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പോൾ നല്ല കാര്യമാണ്, നല്ല കാര്യം. അതല്ലേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വന്നപ്പോൾ മൊബൈലിലൂടെ. അപ്പം മൊബൈൽ ഫോൺ നല്ല കാര്യമാണ്. പക്ഷേ അത് അതിൻ്റെ വെക്കേണ്ട സ്ഥാനത്ത് വെച്ചില്ലെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തെ കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ തീ നല്ലതാണോ ചീത്തതാണോ? തീ, അഗ്നി നല്ലതുവാ ചീത്തതുവാ. അടുക്കളയിൽ അടുപ്പിൽ തീ അടങ്ങി ഒതുങ്ങി ഇരിക്കുവാണെങ്കിൽ നല്ല കാര്യമാണ് അല്ലേ? ഇത് നമ്മൾ രാവിലെ എല്ലാവരും ആഹാരം കഴിച്ചപ്പം ഇങ്ങനെ തീ ഇല്ലാതെ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ? അടുക്കളയിൽ തീ കൂട്ടി അല്ലെങ്കിൽ ഗ്യാസിൽ നമ്മൾ തീ കൊണ്ട് എന്തുവാന്ന് വെച്ചാൽ ദോശയോ ചപ്പാത്തിയോ ചോറോ എന്താണെന്ന് വെച്ചാൽ വേവിച്ച് അത് നമ്മൾ കഴിച്ച്, അല്ലെങ്കിൽ ചായ ഇട്ട് കുടിച്ചെങ്കിൽ ചായ തിളപ്പിക്കണമെങ്കിൽ എന്ത് വേണമായിരുന്നു? തീ വേണമായിരുന്നു. അപ്പം തീ ആ അടുക്കളയിൽ ആ അടുപ്പിൽ ലിമിറ്റഡായിട്ടുണ്ടാണെങ്കിൽ അത് നല്ല കാര്യം, ലിമിറ്റഡ് യൂസ് നല്ല കാര്യം. പക്ഷേ ഈ തീ എല്ലാം കൂടെ വീട് മൊത്തം കൂടെ കത്തിച്ച് അമ്പലാവുമായിരുന്നെങ്കിൽ നമ്മളിവിടെ ഇരിക്കുമോ? നമ്മൾ ഫയർഫോഴ്സിനെ ചെന്ന് വിളിച്ചപ്പോൾ അവിടെ തീ അണയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളിരുന്നേനെ, ഇവിടെ വന്നിരിക്കത്തില്ല. അപ്പം എന്ന് പറഞ്ഞതുപോലെ മൊബൈൽ ഫോണ് അതിന് ലിമിറ്റഡ് യൂസ്, അത് ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. നന്നായിട്ട് അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താനൊക്കെ. ഒരു ദൈവമനുഷ്യൻ പറഞ്ഞതുപോലെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത്. പക്ഷേ പിശാച് അതെടുത്ത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇൻ്റർനെറ്റ് നമ്മുടെ മൊബൈലിലൂടെ നമുക്ക് ഇൻ്റർനെറ്റ് ലഭിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പല കണ്ടുപിടുത്തങ്ങൾ, ടെക്നോളജി, പലതരത്തിലുള്ള ശാസ്ത്ര ഗവേഷണങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അത് ദൈവവചനത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് ആണ് ദൈവം ആ കണ്ടുപിടുത്തങ്ങളൊക്കെ അനുവദിക്കുന്നത്. ഇപ്പം പ്രിൻറ്റിങ് പ്രസ്സൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കണ്ടുപിടിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ബൈബിൾ ഇത്രയും വളരെ അവൈലബിളായിട്ട്, വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇതുപോലെയൊക്കെ അവൈലബിളായിട്ടുള്ളത്. പണ്ട് പ്രിൻറ്റിംഗ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതികളൊക്കെ ഭയങ്കര വിലയായിരുന്നു. അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഗുട്ടൻബർഗ് ഈ പ്രിൻറ്റിംഗ് പ്രസ്സൊക്കെ കണ്ടുപിടിക്കാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് വൺ ഓഫ് ദ ഫസ്റ്റ് ബുക്ക്, ഒരുപക്ഷെ ആദ്യം പ്രിൻ്റ് ചെയ്യപ്പെട്ട പുസ്തകം ബൈബിളാണെന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. പിന്നെ ചില വാഗ്വാദങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്കിലും വൺ ഓഫ് ദ ഫസ്റ്റ് ബുക്ക് ദാറ്റ് വാസ് പ്രിൻറ്റഡ് വാസ് ദ ബൈബിൾ. ഏറ്റവും ആദ്യം പ്രിൻ്റ് ചെയ്യപ്പെട്ട പുസ്തകം എന്തായിരുന്നു? ബൈബിളായിരുന്നു. അപ്പോൾ ആ പ്രിൻറ്റിങ് നല്ല കണ്ടുപിടുത്തമാണ്. എന്നാൽ ഈ പ്രിൻറ്റിങ്ങിലൂടെ തന്നെ എന്തെല്ലാം മോശം കാര്യങ്ങളും പ്രിൻ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. എന്തെല്ലാം അസത്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരെ താറടിച്ച് കാണിക്കുന്നത്, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം പ്രിൻറ്റിൽ വരുന്നു. ഇപ്പോൾ ഫോട്ടോ അത് നല്ല കാര്യമെന്ന് വെച്ചാൽ നല്ല കാര്യമാണ്, നമുക്ക് മറ്റുള്ളവരെ കാണാം, നമുക്ക് സംസാരിക്കാം. എന്നാൽ അത് തെറ്റായിട്ടുള്ള രീതിയിലും ഈ ലോകക്കാർ ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പം മൊബൈൽ ഫോണ് അതുപോലെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുമൊക്കെ അത് എല്ലാത്തിനും അതിൻ്റെ ഒരു നല്ല വശങ്ങളുണ്ട്. എന്നാൽ എപ്പോഴും ഈ ഒരു സോഷ്യൽ മീഡിയ വേൾഡിലേക്ക് ഇന്ന് യുവാക്കളങ്ങ് തളച്ചിടപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. എപ്പോഴും അവർ ചില പിള്ളേരുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ തോണ്ടിക്കൊണ്ട് അവർക്ക് വീഡിയോ ഗെയിംസ് കളിച്ചുകൊണ്ടേ ഇരിക്കണം എപ്പോഴും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ എന്തെങ്കിലും ഒന്ന് പപ്പയും മമ്മിയും ഒന്ന് സഹായിക്കാൻ പറയുമ്പോൾ സമയമില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പഠിക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എല്ലാം ഒന്ന് അടുക്കി വെക്ക്, അവിടെ നിന്ന് തൂത്ത് വൃത്തിയാക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഈ കാര്യങ്ങൾ ചെയ്യുക, ആ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ അതനുസരിക്കാതെ നമ്മൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു മായാലോകത്ത് ഇരിക്കുന്ന മൊബൈൽ ഫോണ്, ചിലർക്ക് ടി വി ആയിരിക്കും, ചിലർക്ക് കമ്പ്യൂട്ടർ ആയിരിക്കും, ചിലർക്ക് ഈ മൊബൈൽ ഫോണിൽ തന്നെയുള്ള വീഡിയോ ഗെയിംസോ അതുപോലെയുള്ള ചില ഇൻസ്റ്റഗ്രാമിലെ റീൽസോ, ചിലർ അശ്ലീല ചിത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അഡിക്ഷൻസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങ് തളച്ചിടപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ആധുനിക ലോകത്ത് ഇന്ന് നമ്മുടെ തീം എന്താ? ആത്മീയരായിട്ട് ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള ആൾക്കാർ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഒക്കെ അവർ ആവശ്യം പോലെ അവരുടെ ഇതായ രീതിയിൽ ലോകപ്രകാരം കൺമോഹൻ ജഡമോഹൻ ജീവനത്തിൻ്റെ പ്രതാപത്തിനായിട്ട് അവർ യൂസ് ചെയ്യുന്നു. എന്നാൽ ദൈവമക്കളായിട്ടുള്ള നമുക്കത് പറ്റുമോ? ഇല്ല. കർത്താവ് നമുക്കൊരു വേറിട്ട മാതൃകയാണ് കർത്താവ് എല്ലാത്തിലും നമുക്ക് കാണിച്ചു തന്നെ. അപ്പോൾ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ ശരിയാണ്, നമുക്ക് മൊബൈലിൽ വേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കാൻ പലപ്പോഴും വേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കുന്ന അത് ഒരു
അതിൻ്റേതായ ഒരു പരിധിയിൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. പലരും ചോദിക്കും, ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എങ്ങനെയാണ് മാറ്റുന്നത് ഡോക്ടറെ? എപ്പോഴും എപ്പോൾ നോക്കിയാലും പിന്നെ എനിക്ക് മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് തോന്നുന്നു. വെറുതെ ഇരിക്കുമ്പോഴും എപ്പോഴും ഇത് തോണ്ടിക്കൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് കുടുംബത്തോടൊപ്പം ഒരു സമയമില്ല, കുട്ടികളോടൊപ്പം, ഭാര്യയോടൊപ്പം, ഭർത്താവിനോടൊപ്പം ഒരു സമയമില്ല, എപ്പോഴും ഈ മൊബൈൽ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുക. ഭയങ്കര അഡിക്ഷനാണ്. ചിലപ്പം ഭാര്യ ഭർത്താവിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്യും, ചിലപ്പം ഭർത്താവ് ഭാര്യയെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്യും, ചിലപ്പം മക്കളെക്കുറിച്ചായിരിക്കും കംപ്ലയിൻറ്റ്, ചിലപ്പം മക്കൾക്ക് അപ്പനമ്മമാരെക്കുറിച്ച് കംപ്ലയിൻ്റ് ആയിരിക്കും. ഈ പപ്പയ്ക്കും മമ്മയ്ക്കും എന്നോട് സമയമില്ല, എപ്പോഴും മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ നമ്മളുടെ ജീവിതം മൊബൈൽ ഫോണോ അതുപോലുള്ള വേറെ എന്തെങ്കിലും അതുപോലുള്ള വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളാരും അക്രൈസ്തവരെ പോലെ വേറെ വല്ല കല്ലോ മണ്ണോ കൊണ്ടുള്ള വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോലും നമ്മളായിപ്പോയി വണങ്ങുന്നില്ല. പക്ഷേ ഈ മൊബൈൽ ഫോൺ ഒരു വിഗ്രഹമായി പോകാം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുന്ന എന്താണോ അതിനെ നമ്മളെന്ത് പറയുന്നേ? വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ചിലർ വിഗ്രഹത്തിന് മുമ്പിൽ അവർ അത് തന്നെ ദൈവമാണെന്ന് പറഞ്ഞ് അവരുടെ അറിവില്ലായ്മയിൽ അവർ വണങ്ങുന്നു. അവരുടെ അറിവില്ലായ്മ നമ്മൾ അവരെ കല്ലെറിയാൻ വേണ്ടിയല്ല, അവർക്ക് അറിയാത്തതുകൊണ്ട്. ഞാനും ഒക്കെ ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്നൊക്കെ ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാരെ ഞങ്ങൾ അതുപോലെ വിഗ്രഹങ്ങളെ വണങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളോട് കരുണ കാണിച്ച് കർത്താവിനെ വെളിപ്പെടുത്തി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഈ നമ്മൾ പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ എന്ന് പറയുമ്പം ഇത് എപ്പം നമ്മളിലേക്ക് വരുന്ന ഒരു വലിയൊരു മുഖാന്തരമാണ് മൊബൈൽ ഫോൺ. അപ്പോൾ ആ മൊബൈൽ ഫോണ് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ മുമ്പാകെ അങ്ങ് സറണ്ടർ ചെയ്യണം. കർത്താവേ, ഇത് എൻ്റെ അല്ല, ഇത് ആരുടെ മൊബൈൽ ഫോണാണ്? ജീസസിൻ്റെ മൊബൈൽ ഫോണാണ്. ഇത് എൻ്റെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാനുള്ളതല്ല, അങ്ങയുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാനുള്ളത്. നമ്മളുടെ എല്ലാത്തിൻ്റെയും ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ്, നമ്മളെ ഞാൻ, സ്വയം, ആ ഒരു അഹം എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് നമ്മളങ്ങ് ദൈവമുമ്പാകെ സറണ്ടർ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീയരായ ക്രിസ്ത്യാനികളായി മാറുന്നത്. മറിച്ച് അല്ലെങ്കിൽ നമുക്ക് പുറമേ വലിയ കാര്യങ്ങളൊക്കെ പറയുകയോ അഭിനയിക്കുകയോ ഒക്കെ ചെയ്യാം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ തന്നെ ആയിരിക്കും ജീവിക്കുന്നത്.